ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ പോവാണ്. സോ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ദ കറി മൾട്ടി കുസൈൻ റെസ്റ്റോറൻ്റ് ആണ്. സോ അപ്പോൾ ഇത് നമ്മുടെ കന്യാകുമാരി ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല, പക്ഷേ ആംബിയൻസ് കണ്ടിട്ടാണ് നമ്മളിവിടെ കയറുന്നത്. ആംബിയൻസും ഒക്കെ കിടിലമായിരുന്നു, അതുപോലെ തന്നെ സർവീസും സൂപ്പറാണ്. നമുക്ക് ഒരു ടൈം ലാഗ് ഒന്നുമില്ല. എല്ലാം പെട്ടെന്ന് ഫുഡായാലും അവർ വന്ന് ഓർഡർ എടുക്കുന്നതായാലും എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം കന്യാകുമാരിയിൽ നിന്ന് നല്ല ക്ലീനും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഫുഡ് കഴിച്ചു. അപ്പം ഞാനുണ്ട്, എൻ്റെ കസിനുണ്ട്, ബ്രദറുണ്ട്, ഉമ്മയുണ്ട്, അപ്പച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പതിയെ ഓർഡർ വന്നു. ആദ്യം ഷൗബാൻ്റെ ഇർഫാൻ്റെ ചിക്കൻ നൂഡിൽസാണ് വന്നത്. നോർമൽ ചിക്കൻ നൂഡിൽസാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള നൂഡിൽസിനെയും കാട്ടി നല്ല ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ കച്ചപ്പിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ നല്ല ഫ്ലേവറായിരുന്നു. അത് ഞാനൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്, വാപ്പച്ചി നോർമൽ ഫ്രൈഡ് റൈസും, ഉമ്മി തന്തൂരിയായിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് വന്ന് ടേസ്റ്റൊക്കെ ചെയ്തിരുന്നപ്പോഴാണ് അടുത്ത് നമ്മുടെ തന്തൂരി ചിക്കൻ വരുന്നത്. ഇപ്പോൾ തന്തൂരി ചിക്കൻ നമ്മളൊരു ഫുള്ളാണ് പറഞ്ഞത്. മെയിൻലി നമ്മൾ ഉമ്മിക്ക് വേണ്ടിയിട്ടാണ് തന്തൂരി ചിക്കൻ പറഞ്ഞത്. പക്ഷേ എല്ലാ പേരുടെ പാത്രത്തിലും ഒരു പീസ് ഉണ്ടായിരുന്നു, അതാണ് ഹൈലൈറ്റ്. എന്നിട്ട് പറഞ്ഞ ആൾക്കാണെങ്കിൽ ഒരു പീസാണ് കിട്ടിയത്. അത് പിന്നെ എവിടെയാണെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ പക്ഷേ തന്തൂരി ചിക്കൻ്റെ മസാല കിടിലമായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു നോട്ടാണ്. അതായത് ഇഫ് നിങ്ങളൊരു എരിവൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ തന്തൂരി ചിക്കൻ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട. ബിക്കോസ് നല്ല എരിവാണ് തന്തൂരി ചിക്കന്, നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ വലുതായിട്ട് എരിവ് കഴിക്കാത്ത ആൾക്കാർ അത് ഓർഡർ ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നു. എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റാണ്. പിന്നെ വാപ്പച്ചിയുടെ നോർമൽ ഫ്രൈഡ് റൈസും വന്നു. രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ്. പക്ഷേ സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ഫ്ലേവർ തന്നെ വേറെ തന്നെയായിരുന്നു. നല്ല ഫ്ലേവറായിരുന്നു. അതെനിക്കതിനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് അതൊക്കെ. അങ്ങനെ ഞാനും എന്ത് ചെയ്തു, പതുക്കെ വീഡിയോ സൈഡിൽ വെച്ചിട്ട് ഞാനും കഴിച്ചു തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ലെഗ് പീസാണ് കിട്ടിയത്. എനിക്ക് ലെഗ് പീസ് ഇഷ്ടമില്ല ഗൈസ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കഴിക്കും, നമുക്ക് എന്തായാലും കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ സത്യം പറയല്ലോ, ഒരുപാട് നാൾക്ക് ശേഷം ഒരു നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റി. അപ്പോൾ ഇഫ് നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനായിരിക്കും. പിന്നെ ഒത്തിരി അരിയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ തന്തൂരി ചിക്കനൊന്നും ഓർഡർ ചെയ്യേണ്ട, സെഷ്വാനും ഓർഡർ ചെയ്യേണ്ട. കാരണം നല്ല എരിവുണ്ട്, നമ്മുടെ തൊണ്ടയുടെ അടക്കം നല്ല എരിവുണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് വാട്ടർമെലൺ ജ്യൂസും ലൈമും ലസ്സിയും പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെ പ്ലേറ്റും പതിയെ കാലിയാകാനായിട്ട് തുടങ്ങി. പക്ഷേ എൻ്റെത് പതുക്കെയാണ് കാലിയായത്. കാരണം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ ഞാനത് കഴിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പതിയതാ നമ്മുടെ ഐസ്ക്രീം വന്നു. ബട്ടർ സ്കോച്ചാണ്. ഉമ്മിക്ക് ഏറ്റവും ഇഷ്ടം ബട്ടർ സ്കോച്ചാണ്. പക്ഷേ ഉമ്മി കഴിച്ചില്ല, പക്ഷേ ഞങ്ങൾക്ക് ഓർഡറാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയല്ലോ, എരിവ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഈ ഐസ്ക്രീം അങ്ങോട്ട് ചെന്നപ്പോൾ കിടിലുമായിരുന്നു. കണ്ടോ, ഞാനത് നല്ല ജ്യൂസി ആയിട്ടുള്ള തന്തൂരി ചിക്കനായിരുന്നു, ഫ്ലേവർ ആയിട്ടുള്ള തന്തൂരി ചിക്കനായിരുന്നു. അതിന് മസാല തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നേ. അങ്ങനെ ഓരോരുത്തരുടെ പ്ലേറ്റ്സുകൾ എംറ്റി ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മിയുടെ വാട്ടർമെലൺ ജ്യൂസ് വന്നു, വാപ്പച്ചിയുടെ ലസ്സി വന്നു. ലസ്സി ഇർഫാൻ ആദ്യം ട്രൈ ചെയ്യുന്നത്, അവന് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മോൻ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അവന് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ ലസ്സി എനിക്ക് തന്നു ടേസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ സത്യം പോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനാണ് പിന്നെ അത് മൊത്തവും കുടിച്ചത്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോവാണ് ഗൈസ്. ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട്. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.